ഗ്രാമക്കാഴ്ചകൾ തേടി. ഈ വീഡിയോ നിങ്ങൾക്ക് ബോറടിപ്പിക്കില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് വളാഞ്ചേരി ഭാഗത്ത് മഞ്ചേരി ആണെന്ന് വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ഈ ഗ്രാമങ്ങളിലേക്ക് നല്ല ഇപ്പോൾ ഈ വയലുകളും കൃഷിയും കാര്യങ്ങളൊക്കെ കമ്മിയാണ്. ഈ ഭാഗത്ത് വന്നേക്ക് ധാരാളം കൃഷി കാര്യങ്ങൾ ഇതൊക്കെ കാണാൻ പറ്റി. അതിൽ കൂടെ ഈ വയലിൽ കൂടെ പാടത്ത് കൂടെ ഒക്കെ തോടും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട്. ഇവിടുന്ന് നോക്കുമ്പോ തന്നെ ഭയങ്കരമായിട്ട് മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണുന്നത്. ഇത് പാലക്കാടല്ല, മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിൽ ഇത്രയും വയലുകൾ കാണാൻ പ്രയാസം. മലപ്പുറം ജില്ലയിലെ ഇത്രയും വയലുകൾ കാണാൻ പ്രയാസം. എല്ലായിടത്തും ഇപ്പൊ ഈ വയലുകളൊക്കെ നിരത്തിയിട്ട് ഫ്ലാറ്റുകളും വീടുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ധാരാളം നെൽകൃഷി കാണുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും നെൽകൃഷിനെ പറ്റി അറിയുന്നില്ല. നാട്ടിലൊന്നും ഒരു കൃഷിയില്ല. 40 വർഷം ബാക്കിലേക്ക് പോയി. നമ്മളൊരു 10-40 വർഷം ബാക്കിലേക്ക് ഇങ്ങനെ പോയാൽ മതിയുണ്ട് ഈ ഗ്രാമപ്രദേശം കാണുമ്പോൾ. ഗ്രാമം ഭയങ്കരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ്. ചുറ്റുഭാഗവും കണ്ണെത്താ ദൂരത്താണ് നെൽകൃഷി കിടക്കുന്നത്. നമ്മൾ കുട്ടനാടൊക്കെ പോയാലാണ് ഇങ്ങനത്തെ ഒരു കാഴ്ചയൊക്കെ കാണുക. അത് മാത്രമല്ല, നമുക്ക് വന്നിട്ട് ഒന്ന് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ധാരാളം മാവുകളും ഇതൊക്കെ ആകെ തണൽ വീശി കിടക്കുന്നു. ഇവിടെ ചുറ്റുഭാഗം ഒരു മഞ്ഞ കളറും കാര്യങ്ങളും. മുഖം ഇവിടെ നിന്ന് ഇറങ്ങി നോക്കാം. നമുക്ക് ഈ ഗ്രാമത്തിന്റെ ഇവിടെ നിന്നൊക്കെ ഇറങ്ങി നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോ തന്നെ കാണുന്നത് ആകെ ചുറ്റുഭാഗവും ആ പൂക്കളാ നിറഞ്ഞു കിടക്കുകയാണ്. നമ്മളൊരു വള്ളി ചെടി ഉണ്ടല്ലോ, ഒരു പൂവൊക്കെ ഉള്ള ഒരു മഞ്ഞ, അത് ആകെ പായ വിരിച്ച മാതിരി ഫുള്ള് നിലാകെ പൂക്കളെ കൊണ്ട് നിറഞ്ഞു കിടക്കുക. ഇത്തരം ഗ്രാമങ്ങളൊക്കെ നമ്മളെ ഒരു അവസാന കാഴ്ചകളാണ്. ഗ്രാമങ്ങളൊക്കെ ഇപ്പൊ ഒരുപാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ തലമുറകൾക്ക്, കുട്ടികൾക്കൊന്നും നെൽകൃഷി കാര്യങ്ങളൊക്കെ ഒന്നും വല്ലാതെ അറിവുണ്ടാവില്ല. ഇത് പഴയ നമ്മുടെ മുളയുടെ ഒരു കൂട്ടം ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ മുളയരി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. മുളയരി, മുള മൂത്ത് കഴിഞ്ഞിട്ട് ഇത് മുളയരി എന്ന് പറഞ്ഞൊരു സാധനം വരും. അതായിട്ട് ഇവിടെ പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പണ്ടൊക്കെ പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഫുള്ള് മാവാണ്. ഇതിന്റെ ചുറ്റുഭാഗവും ഫുള്ള് വലിയ വലിയ മാവുകളും കാര്യങ്ങളൊക്കെ. ഇതിന്റെ ഈ ഗ്രാമത്തില് ധാരാളം കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മീനുകളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. വലിയൊരു കണ്ണൻ. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ കണ്ണെന്നൊക്കെ പറയും. ചൂണ്ടൊക്കെ ഇട്ട് പിടിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നിങ്ങള് ആ മീനെ കണ്ട നല്ല വലിപ്പമുള്ള മീനാണ്. നിങ്ങളാരെങ്കിലും കണ്ടോന്നറിയില്ല. ചൂണ്ടലൊക്കെ ഇടാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇതിന്റെ മേലെ ഈ മാവിന്റെ കൊമ്പുകളും കാര്യങ്ങളൊക്കെ ഈ തോടുമാതിരി ഇതൊക്കെ ചാഞ്ഞു കിടക്കാണ്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. പുറത്ത് നല്ല
വെയിലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നല്ല സുഖമായിട്ട് ഇരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തണലാണ്. തീരെ വെയിലില്ല ഇതിന്റെ ഉള്ളില്. ഗ്രാമത്തിനെ പറ്റി പറയണ, ഗ്രാമം ഏറ്റവും വലിയ സ്വർഗമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ഓരോ ഗ്രാമങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇനിയും ഇവിടെ വീണ്ടും ജീവിക്കണം എന്നൊരാഗ്രഹം, അല്ലേ? അതന്നെ. ഗ്രാമം ആണ് ഏറ്റവും വലിയ സ്വർഗം എൻ്റെ അഭിപ്രായത്തിൽ. ഗ്രാമത്തിലിടുന്ന ആ സുരക്ഷിതം, അതായത് ആ കാറ്റിനടക്കം ഒരു ഇതില്ല, എന്തൊന്നും മലിനമായിട്ടില്ല, വെള്ളത്തിന് മലിനമായിട്ടില്ല. മനുഷ്യർ കൂടുമ്പോഴാണ് എല്ലാം നശിച്ച് നാരണക്കല്ലാണ്. ഇവിടെ നോക്കി നോക്കൂ, ഇരുന്ന് കഴിഞ്ഞാൽ എന്താ സുഖം. 10 മിനിറ്റ് ഇരുന്നാൽ മതി, മനസ്സാകെ തണുത്ത് ഏതോ ഇതിലായി വരിക. എല്ലാ ടെൻഷനുകളും നമുക്ക് ഇറക്കി വെക്കാം. അതാണ് പണ്ട് കവി പറഞ്ഞത്, ഗ്രാമം ആണ് ഏറ്റവും വലിയ എന്താ പറയാ സ്വർഗം എന്ന് പറഞ്ഞത്, അല്ലേ? അങ്ങനെ നമുക്ക് എന്ത് ടെൻഷനും കാര്യങ്ങളും നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. പല പല ജോലി കാര്യങ്ങൾ അങ്ങനെ അതും ഇതുമായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് വന്നിരുന്നാല് നല്ല സമാധാനം കിട്ടണ സ്ഥലമാണ് ഇത്. കാര്യങ്ങളൊക്കെ ഉണ്ട് തൊട്ടപ്പുറത്ത് കൂടെ. ഒരു ബസ്സാ പോണ്, ഇരുമ്പുളം മങ്കേരിക്കുള്ള ബസ്സാണ്. അപ്പോ നല്ല തരം സ്ഥലങ്ങളൊക്കെ ഇപ്പോ എവിടെയും കാണാൻ ഇല്ല. എന്നോടിപ്പോ ഒരാൾ ചോദിക്കുക, ഗ്രാമത്തിലാണോ നിങ്ങൾക്ക് താമസിക്കാൻ ഇഷ്ടം അതോ നഗരത്തിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരൊറ്റ ഉത്തരേ ഉള്ളൂ, എന്റെ ഇഷ്ടം ഗ്രാമത്തിൽ. ചിലവർക്കത് നഗരത്തിലായിരിക്കാം. പക്ഷെ ഗ്രാമത്തില് ജീവിക്കുകയാണെങ്കിൽ എങ്ങനെയാലും ഒരു 10 വർഷം നമുക്ക് കൂടുതൽ ജീവിക്കാം, അസുഖങ്ങളൊന്നും ഇല്ലാണ്ട്, പഴയ യാതൊരുവിധ വിഷയങ്ങളൊന്നും ഇല്ലാണ്ട് ഒരുപാട് ഇതായിട്ട് ജീവിക്കാം. എപ്പോഴും നമ്മളത് കഴിഞ്ഞ് നമുക്ക് വലിയ മറ്റേ മനുഷ്യന്റെ ആർത്തികളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ജീവിത രീതി തന്നെ മാറാൻ കാരണം ഗ്രാമത്തിൽ തോടല്ല വലിയ നമ്മുടെ ജീവിത രീതി മാറും. അത് തോടല്ല, ഒന്നും ഗ്രാമങ്ങളായിട്ടൊന്നും കാണുന്നില്ല. ഓരോ 4 സെന്റിലും ഭൂമി, അടുത്തടുത്ത് കിണറും, ഉള്ള അസുഖങ്ങളും മഞ്ഞപ്പിത്തവും ഇതൊക്കെയാണ് ഇപ്പൊ എല്ലായിടത്തും. അപ്പൊ കാണണമെങ്കിൽ ഇപ്പൊ അധികം നമ്മൾ പോകേണ്ട ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ഇപ്പൊ അങ്ങനെ ഇങ്ങനത്തെ ഒരു സ്ഥലം ഇപ്പൊ അങ്ങനെ കാണാൻ പ്രയാസം, വളരെ അപൂർവമായിട്ട് തന്നെ ഉള്ളൂ. പാലക്കാട് ജില്ലയിൽ അങ്ങനെയല്ല, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പൊ എന്തായാലും എനിക്കിഷ്ടം ഗ്രാമം തന്നെയാണ്. നല്ല സീരിയലോട്ടാ. ഹലോ സുബീഷേ, വയലില്
വയലില് നല്ല മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ വലിയ കണ്ണന്മാരും ഇതാണ്ട നല്ല വെള്ളം നിറഞ്ഞ വയൽ. ഗ്രാമങ്ങളില് ജീവിക്കുന്ന ജനങ്ങൾക്ക് നല്ല എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നല്ല കാഴ്ചകളും വന്നിരിക്കാനും ഒക്കെ നല്ല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 10 വർഷം കുറഞ്ഞിട്ടും ഗ്രാമങ്ങളിൽ ജീവിക്കുന്നത് നല്ല ഓക്സിജന് നല്ല ഡൽഹിയിലൊക്കെ ഓക്സിജൻ തന്നെ കിട്ടാറില്ല. ഇവിടെയൊക്കെ നല്ല ഓക്സിജനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവർക്കൊരു 10 വർഷമെങ്കിലും കൂടുതൽ ആയുസുണ്ടാവും. ഇവിടുന്നാണ് നോക്കിയാൽ കാണാം കണ്ണെത്താ ദൂരത്ത് പാടങ്ങനെ പച്ചപ്പ് വിരിച്ചു കിടക്കുക. ഞങ്ങള് ഈ ഒരു ചെറിയൊരു റോഡാണ്. ഇരിപ്പിടം ഇന്നിങ്ങനെ വെണ്ടല്ലൂർ എത്തിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ പറമ്പത്തുകാവ് ക്ഷേത്രപ്പറമ്പാണ്. ഇവിടെയാണ് മറ്റേ പറമ്പത്തുകാവ് വേല നടക്കുന്ന ക്ഷേത്രം ഇവിടെയാണ്. നമ്മളെ പറമ്പത്തുകാവ് ക്ഷേത്രത്തിന്റെ മുഖ്യന് ഈ ഇടത് സൈഡ് കാണുന്നത് അത് ഫുള്ള് കാട് പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. ഞാൻ നമ്മളെ പറമ്പത്തുകാവ് ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് പറമ്പത്തുകാവ് ക്ഷേത്രം. വീഡിയോ നമുക്ക് പിന്നീട് ഉത്സവ സമയത്തിടാം. പിന്നീട് പറമ്പത്തുകാവ് ക്ഷേത്രത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. പിന്നീട് അതിൻ്റെ ഒരു വീഡിയോ പിന്നീട് ഉണ്ടാവും.